ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ടോപ്പിക് ഓക്കെ ഗായ്സ്, അപ്പം എല്ലാവർക്കും അറിയാം ഉറക്കം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. എന്താ പറയുക, നന്നായിട്ട് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും വലിയ നല്ല കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഉറക്കം മിസ്സാവുന്നുണ്ട്. ശരിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഉറക്കം എല്ലാവർക്കും സത്യം പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ വലിയ സംശയം തന്നെയാണ്. ശരിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം ഒരു 8 hours പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അവിടെ തന്നെ ഉണ്ട്. ഉറക്കമില്ലായ്മ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. ഉറക്കത്തിന് നമ്മൾ വില കുറച്ച് കാണുന്നതും വലിയ പ്രശ്നം തന്നെയാണ്. പ്രോപ്പറായിട്ട് ഒരു 8 hours ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക, ആ രീതിയിൽ ആ ഒരു ഷെഡ്യൂളിൽ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തടയാൻ ഈ ഒരു ഉറക്കം മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പേഴ്സണലായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉറക്കത്തിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും മുന്നിലേക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറക്കം എന്ന് പറയുന്നത് അത്ര എന്താ പറയുക സില്ലി ആയിട്ട് കാണേണ്ട കാര്യമോ എന്താ പറയുക, അയ്യോ 4 മണിക്കൂർ ചിലവരൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങാനുള്ളൂ, ഇത്ര മണിക്കൂർ വർക്കുണ്ട്. ഇത് ചിലപ്പോൾ ഇപ്പം കറൻ്റ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും വന്നെന്ന് വരില്ല. പക്ഷേ ഇനി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ, വലിയ വലിയ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. നമ്മളെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും വളരെ 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 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും അതിനെ വില കുറച്ച് കാണാനേ പാടില്ല. നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങളെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നിങ്ങളെ മെൻ്റൽ ഹെൽത്തിന് നല്ല ഫോക്കസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾ ഉറക്കം സത്യം പറഞ്ഞാൽ പ്രോപ്പറായിക്കുക, കൃത്യം എന്താ പറയുക ഫുഡ് കാര്യങ്ങളൊക്കെ നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് ദഹനം കിട്ടി നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ കൃത്യമായിട്ടൊരു 8 മണിക്കൂറെങ്കിലും മാക്സിമം 8-7 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര വർക്ക് പ്രഷർ ഉണ്ട്, എത്ര വലിയ ഡ്രീമാണ്, എത്ര കുറേ പഠിക്കാണ്ട്, ഇത്ര വലിയ ജോലിയാണ്, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞാലും സാമാന്യമായിട്ടുള്ളൊരു മനുഷ്യന് ജീവിക്കാനുള്ളൊരു പണികളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഉറക്കം ഒരിക്കലും നിങ്ങളെന്താ പറയുക നിങ്ങളെ പണികളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്നിനും നിങ്ങൾ ഓവറാവരുതെന്നാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഉറക്കം കൂടിപ്പോയാലും പ്രശ്നമാണ്. കൂടുതൽ സമയം ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു 8 hours വരെ മാക്സിമം ഉറങ്ങുക. അതിൽ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു 8 hours മാക്സിമം ഉറങ്ങുക, നല്ല രീതിയിൽ ഉറങ്ങുക. നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് റിലാക്സ് ആവും, ക്ലിയർ ആവും. നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും ഈ ഒരു സൺഡേയിൽ എനിക്ക് മെയിനായിട്ട് നിങ്ങളെ ഫോക്കസ് നിങ്ങളെ സ്ലീപ്പിലേക്ക് എന്തായാലും കൊടുക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒരിക്കലും അതിനൊരു നിസ്സാരമായിട്ട് മാത്രമായിട്ട് കാണാനായിട്ട് തീരെ പാടില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളെ എന്ത് ചെയ്യുക, ഉറക്കം പ്രോപ്പറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നല്ലൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.